ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച OTTയിൽ റിലീസായ അസ്ത്ര എന്ന മലയാളം മിസ്റ്ററി ക്രൈം ത്രില്ലറാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ ആദ്യ രംഗത്തിൽ കേരളത്തിലെ കാടിന് നടുവിലുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ വീടാണ് കാണിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസർ പതിവ് പോലെ രാത്രിയിൽ വീട്ടുകാരുമായി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്നു. അതേസമയം വീട്ടിലെ കറണ്ടും പോകുന്നു. ഇത് ഫോറസ്റ്റ് ഓഫീസർക്ക് അല്പം ഭയമുണ്ടാക്കുന്നു. ഈ സമയത്ത് ആരാണ് വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ച് പതുക്കെ വാതിൽ തുറന്നതും ഏകദേശം 8 പേർ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറുന്നു. അകത്ത് കയറിയ അവർ ആ ഫോറസ്റ്റ് ഓഫീസറെ നന്നായി മർദ്ദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ കുപ്പി പൊട്ടിച്ച് അതുകൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് പോകുമ്പോൾ ആ ഫോറസ്റ്റ് ഓഫീസറുടെ രക്തം കൊണ്ട് ചുമരിൽ ഒരു അസ്ത്രത്തിന്റെ ചിഹ്നം വരയ്ക്കുന്നു. ഇതിനുശേഷം അവർ നേരെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സ്റ്റേഷനിൽ അധികം ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ ഫോറസ്റ്റ് ഓഫീസറെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ അവിടുത്തെ കോൺസ്റ്റബിളിനെയും അടിച്ചു കൊല്ലുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ വാർത്ത എല്ലായിടത്തും വൈറലാകുന്നു. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസുകാരെ തന്നെ ആരോ ഇങ്ങനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു. തന്റെ സ്റ്റേഷനിലെ കോൺസ്റ്റബിളിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞയുടൻ സ്റ്റേഷൻ ഇൻചാർജായ ഇൻസ്പെക്ടർ ഓടി വരുന്നു. അവിടെ കൂടി നിന്ന മാധ്യമ പ്രവർത്തകർ ഇൻസ്പെക്ടറെ കണ്ടയുടനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. എന്നാൽ തന്റെ സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്ന ഇൻസ്പെക്ടർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കോൺസ്റ്റബിളിനെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരു കോൺസ്റ്റബിളും ആക്രമിക്കപ്പെട്ടിരുന്നു. ഭാഗ്യവശാൽ അയാൾ രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു സീനിൽ കേരള മുഖ്യമന്ത്രിക്ക് ഈ വിവരം ലഭിച്ചയുടൻ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. മുഖ്യമന്ത്രി SP-യോട് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ഈ കേസ് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നുമാണ്. ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ 2 പോലീസുകാരെ കൊലപ്പെടുത്തിയ കൊലയാളികളെ കണ്ടെത്തണം. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ കൊലയാളിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഈ കേസ് ഇൻസ്പെക്ടർ ആകാശിന് കൈമാറുന്നു. ഇൻസ്പെക്ടർ ആകാശ് ഡിപ്പാർട്ട്മെന്റിലെ വളരെ കർശനക്കാരനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ്. ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ച ആകാശ് ആദ്യം ആ കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടപ്പോൾ അത് തടയാൻ ശ്രമിച്ച മറ്റൊരു കോൺസ്റ്റബിളിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നു, സർ, രാത്രി ഒരു സംഘം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി. വന്നവരെല്ലാവരും മുഖം മറയ്ക്കാൻ മാസ്ക് ധരിച്ചിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവർ കോൺസ്റ്റബിളിനെ ആക്രമിക്കാൻ തുടങ്ങി. തടയാൻ ശ്രമിച്ച എന്നെയും അവർ ആക്രമിച്ചു. ഒടുവിൽ ആ കോൺസ്റ്റബിളിനെ കൊന്നു. ഈ വാക്കുകൾ കേട്ട ആകാശിന് അത്ഭുതം തോന്നി. കാരണം കൊലപാതകം ചെയ്യാൻ വരുന്നവർ എന്തെങ്കിലും ആയുധം കൊണ്ടുവരേണ്ടതാണല്ലോ. അവർ ആയുധങ്ങൾ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്തായിരിക്കാം എന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. മറുവശത്ത് അതേ ദിവസം രാത്രി കൊല്ലപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറുടെ കേസ് അന്വേഷിക്കാൻ ആകാശ് ഒരു വനിതാ സബ് ഇൻസ്പെക്ടറെ അയച്ചിരുന്നു. ആ വനിതാ ഓഫീസർ ഫോറസ്റ്റ് ഓഫീസറുടെ സഹോദരനെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ആരാണ് കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, മാഡം, എന്റെ സഹോദരന് ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ഇതുവരെ ആരുമായും വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ഫോറസ്റ്റ് ഓഫീസറുടെ വീടിനടുത്തുള്ള CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പോലീസിനൊരു കാര്യം ഉറപ്പായി. ഫോറസ്റ്റ് ഓഫീസറെ കൊലപ്പെടുത്തിയ അതേ 8 പേരാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കോൺസ്റ്റബിളിനെയും കൊലപ്പെടുത്തിയത്. ഇത് കണ്ട ആകാശ് ഞെട്ടിപ്പോകുന്നു. കൊല്ലപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറും കോൺസ്റ്റബിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ അതേ ഗ്രാമത്തിന്റെ പുറത്തുള്ള ഒരു ആദിവാസി സമൂഹത്തെ കാണിക്കുന്നു. അതേ ഗ്രാമത്തിലെ 2 പേർ നിത്യയെ ഏകപക്ഷീയമായി പ്രണയിക്കുന്നു. മറുവശത്ത് അതേ ഗ്രാമത്തിലെ രഘു എന്നയാൾ വ്യാജ മദ്യമുണ്ടാക്കി നഗരത്തിൽ കൊണ്ടുപോയി വിറ്റ് മടങ്ങി വരുന്നു. നിത്യയെ ഏകപക്ഷീയമായി പ്രണയിക്കുന്നവരിൽ ഒരാൾ അവളുമായി ശാരീരികമായി അടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിത്യ എപ്പോഴും അവനെ അവഗണിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും അവളുമായി അടുക്കാൻ ഒരു അവസരത്തിനായി അയാൾ കാത്തിരിക്കുന്നു. ഇവിടെ ആകാശ് ഫോറസ്റ്റ് ഓഫീസറുടെ വീടിന്റെ പരിസരത്ത് അന്വേഷണം നടത്തുമ്പോൾ പെട്ടെന്ന് കുറച്ചുപേർ അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ആകാശ് അവരെ എല്ലാം അടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഫോറസ്റ്റ് ഓഫീസറെയും കോൺസ്റ്റബിളിനെയും കൊന്നത് ഇവരാണെന്ന് കരുതി നന്നായി മർദ്ദിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ആ കൊലപാതകങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ അവരെല്ലാവരും നക്സലുകളായിരുന്നു. ആകാശും സംഘവും തങ്ങളെ പിടിക്കാൻ വരുന്നു എന്ന് ഭയന്നാണ് അവർ ആക്രമിച്ചത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറുടെ വീടിനടുത്താണ് ആ ആദിവാസി ഗ്രാമം എന്ന് മനസ്സിലാക്കി ആകാശ് അവിടേക്ക് വരുന്നു. ആ ഗ്രാമത്തിൽ രഘു എന്നയാൾ ഒരു നേതാവിനെ പോലെയാണ് എന്ന് മനസ്സിലാക്കി ആകാശ് ആദ്യം അവനെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ രഘുവിൽ നിന്ന് ആകാശിന് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. സംസാരിക്കുന്നതിനിടയിൽ ആകാശ് രഘുവിന്റെ പിന്നിൽ കുറച്ച് ബിയർ കുപ്പികൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസറെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊന്നത് കൊണ്ട് ഇത്രയും കുപ്പികൾ നിന്റെ കയ്യിൽ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ രഘു പറയുന്നു,
സർ, ഉപജീവനത്തിനായി ഞാൻ ചാരായം വാറ്റി നഗരത്തിൽ വിൽക്കാറുണ്ട്. ചാരായം കൊണ്ടുപോകാൻ ബിയർ കുപ്പികളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ കണ്ട വനിതാ ഓഫീസർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കാടിന് നടുവിൽ വെച്ച് ആരോ അവളുടെ ജീപ്പിന് നേരെ ആക്രമിക്കുന്നു. അവളെ കൊല്ലാൻ ആരോ പതിയിരുന്ന് വെടിവെക്കുന്നു. അവൾ പ്രതിരോധത്തിനായി തിരികെ വെടിവെക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ആകാശിന് ഫോൺ ചെയ്ത് സർ ദയവായി വന്ന് എന്നെ രക്ഷിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. വിവരം അറിഞ്ഞയുടൻ ആകാശ് തന്റെ ടീമുമായി അവിടേക്ക് പോയി ആ വനിതാ ഓഫീസറെ രക്ഷിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ വനിതാ ഓഫീസർക്ക് നേരെയുണ്ടായ ആക്രമണം കണ്ട് ആകാശിന് ഒരു കാര്യം മനസ്സിലാകുന്നു. ഇതിനകം 2 കൊലപാതകങ്ങൾ നടത്തിയ ആ കൊലയാളികളുടെ അടുത്ത ലക്ഷ്യം ഈ വനിതാ ഓഫീസറാണെന്ന്. ഉടൻ തന്നെ ഈ വനിതാ ഓഫീസർക്കും കൊല്ലപ്പെട്ട പോലീസുകാർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അയാൾ പരിശോധിക്കുന്നു. അപ്പോൾ മനസ്സിലാകുന്നത് ഈ വനിതാ ഓഫീസർ കൊല്ലപ്പെട്ട കോൺസ്റ്റബിളിന്റെ കൂടെ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു എന്നാണ്. ഉടൻ തന്നെ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജിനെ അയാൾ വിളിക്കുന്നു. സർ, ആ കൊലയാളികൾ നിങ്ങളുടെ സ്റ്റേഷനിലെ ജീവനക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. ദയവായി നിങ്ങൾ സംരക്ഷണമില്ലാതെ പുറത്തു പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അഹങ്കാരിയായ ആ ഇൻസ്പെക്ടർ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഈ ഇൻസ്പെക്ടർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെ കറണ്ട് പോകുന്നു. അതേസമയം ആരോ വാതിലിൽ ശക്തിയായി മുട്ടാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ആരാണെന്ന് ഭയന്നുകൊണ്ട് ഇൻസ്പെക്ടർ വാതിൽ തുറക്കുന്നു. ഞെട്ടിക്കുന്ന തരത്തിൽ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട മാസ്ക് ധരിച്ച 8 പേർ അകത്തേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വന്ന 8 പേരിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന്. മുഖത്ത് മാസ്ക് ധരിച്ച ഒരു സ്ത്രീ താൻ കൊണ്ടുവന്ന ഒരു പച്ച ബിയർ കുപ്പി പൊട്ടിച്ച് അവന്റെ വയറ്റിൽ കുത്തി കൊലപ്പെടുത്തുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റൊരു പോലീസ് ഓഫീസർ കൂടി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതോടെ ഈ വാർത്ത എല്ലാ വാർത്താ ചാനലുകളിലും വൈറലാകുന്നു. ഈ വിഷയം വീണ്ടും മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം SP യെ വിളിച്ച് നന്നായി ശകാരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ ഈ കേസുകൾ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ടീമിനെയും സ്ഥലം മാറ്റും എന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ആകാശിനും സമ്മർദ്ദം കൂടുകയും അവൻ കേസ് കൂടുതൽ ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇൻസ്പെക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ പോയപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആ സംഘം ഇൻസ്പെക്ടറെ ബിയർ കുപ്പിയുടെ ചില്ല് കൊണ്ട് കുത്തിക്കൊന്നപ്പോൾ അതിന്റെ കഷ്ണങ്ങൾ ഇൻസ്പെക്ടറുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ പച്ച ബിയർ കുപ്പിയുടെ കഷ്ണങ്ങൾ കണ്ടപ്പോൾ ആകാശിനൊരു കാര്യം ഓർമ്മ വന്നു. അന്ന് ആദിവാസി ഗ്രാമത്തിൽ അന്വേഷണത്തിന് പോയപ്പോൾ രഘുവിന്റെ അടുത്ത് ഇതേപോലെയുള്ള കുപ്പികൾ കണ്ടിരുന്നു. അപ്പോൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആ ഗ്രാമത്തിലുള്ളവർ തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുന്നു. ഇവിടെ രഘു പോലീസ് തങ്ങളെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആശ്ചര്യം എന്നോണം തന്റെ ഗ്രാമത്തിലുള്ളവരോട് ഇക്കാര്യം പറയുന്നു. ഇതറിഞ്ഞയുടൻ രഘുവിന്റെ മകൾ നിത്യ പിന്നെ കുറച്ചുപേരും തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്ത് ആ ഗ്രാമം വിട്ടുപോകുന്നു. പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കാനായി ഒരുപാട് ദൂരം നടന്നതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ച് ഒരിടത്ത് ഉറങ്ങുന്നു. ഇപ്പോൾ ക്യാമറ നിത്യയുടെ നേരെ സൂം ഇൻ ആക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് സിനിമയിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം രാജൻ എന്നൊരാൾ തന്റെ മകളോടൊപ്പം കാട്ടിൽ വഴിയിലൂടെ ഇങ്ങോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു. താഴെ ഇറങ്ങി കാറിന്റെ ബോണറ്റ് തുറന്ന് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അടുത്തുള്ള റോഡിലൂടെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നുണ്ട്. ആ പോലീസുകാർക്ക് രാജന്റെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ആ ജീപ്പിൽ കൊല്ലപ്പെട്ട ഇൻസ്പെക്ടറും കോൺസ്റ്റബിളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറയുന്നു, ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിക്കൂ. ഈ പ്രദേശത്ത് പുലികൾ ധാരാളം ഉള്ളതുകൊണ്ട് പുലികളാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് ആളുകൾ കരുതും. രാജൻ അവർ സംസാരിക്കുന്നത് കേട്ട് സംശയിക്കുന്നു. ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിൽ ആ കോൺസ്റ്റബിളും ഇൻസ്പെക്ടറും വന്ന ജീപ്പിന്റെ പിൻഭാഗത്ത് നിത്യ അബോധാവസ്ഥയിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അബോധാവസ്ഥയിലുള്ള നിത്യയെ അവിടെ ഉപേക്ഷിക്കാൻ കോൺസ്റ്റബിൾ എടുത്തുകൊണ്ടു പോകുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം നിത്യയെ അവിടെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇരുവരും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു എന്നതാണ്. അതിനുശേഷം നിത്യ മരിച്ചു പോയിരിക്കാം എന്ന് കരുതി അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ പോകുന്നു. പോലീസുകാർ പോയ ഉടൻ രാജനും മകളും ചേർന്ന് നിത്യയെ രക്ഷിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും നിത്യയുടെ സംഘം ആ ഇൻസ്പെക്ടറെയും കോൺസ്റ്റബിളിനെയും എന്തിനാണ് കൊന്നതെന്ന്. എന്നാൽ ആ ഫോറസ്റ്റ് ഓഫീസറെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. മറുവശത്ത് ആകാശ് നിത്യയുടെ ഗ്രാമത്തിൽ പോയി പരിശോധിക്കുമ്പോഴേക്കും എല്ലാവരും ഗ്രാമം കാലിയാക്കി പോയിരുന്നു. ഇവിടെ നിത്യ, രാജന്റെ മകൾ, ഇവരുടെ സംഘം എന്നിവർ കാട്ടിലൂടെ രക്ഷപ്പെട്ടു പോകുമ്പോൾ അവരെ പിന്തുടർന്നു വന്ന ഒരു ആർമി ടീം അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നു. നിത്യയുടെ സംഘത്തിലെ കുറച്ചുപേർ മരിക്കുന്നുണ്ട്. അവസാനം നിത്യയും രാജന്റെ മകളും മാത്രം രക്ഷപ്പെടുന്നു. എന്നാൽ രക്ഷപ്പെടുന്നതിനിടയിൽ രാജന്റെ മകൾ കാല് വഴുതി താഴെ വീഴുകയും ആർമിയുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെട്ട രാജന്റെ മകളെ SP-യുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നുണ്ട്. ആ SP അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുമായി ചേർന്ന് രാജന്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ
കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ആ വനിതാ ഓഫീസർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. രാജന്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. അതേസമയം രാജന്റെ മകളെ രക്ഷിക്കാനായി നിത്യയും അവളുടെ സംഘവും SP-യുടെ വീടിന് നേരെ ആക്രമണം നടത്തുന്നു. അകത്ത് കയറി SP-യെയും വനിതാ ഓഫീസറെയും നന്നായി മർദ്ദിച്ച് അവരിരുവരെയും കസേരയിൽ കെട്ടിയിടുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്ന മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ SP എന്തോ ആവശ്യത്തിനായി ആ ആദിവാസി ഗ്രാമത്തിലേക്ക് പോകുന്നു. സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള SP ആ ഗ്രാമത്തിലെ നിത്യയെ കണ്ട് ശാരീരികമായി ആകർഷിക്കപ്പെടുന്നു. എങ്ങനെയെങ്കിലും നിത്യയുമായി അടുക്കാൻ അവൻ ഒരു പദ്ധതിയിടുന്നു. നിത്യയുടെ അച്ഛൻ കണ്ണപ്പൻ ആ ആദിവാസി സമൂഹത്തിന്റെ നേതാവിനെ പോലെയാണ്. ആദ്യം കണ്ണപ്പനുമായി അടുക്കാൻ ആദിവാസി സമൂഹത്തിന് സഹായം ചെയ്യുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം PUC പരീക്ഷയിൽ നിത്യ വളരെ നല്ല മാർക്ക് നേടിയെന്ന് SP-ക്ക് മനസ്സിലാകുന്നു. കണ്ണപ്പൻ തന്റെ മകളെയും കൊണ്ട് SP-യുടെ അടുത്തേക്ക് വരുന്നു. സർ, എന്റെ മകൾക്കും കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളെപ്പോലെ ഒരു പോലീസ് ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. നിങ്ങളെപ്പോലെ പോലീസ് ഓഫീസർ ആക്കാൻ പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ദയവായി ഒന്ന് വഴികാട്ടണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ അവസരത്തിനായി കാത്തിരുന്ന SP നാളെ വൈകുന്നേരം നിന്റെ മകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരൂ, പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്ന് ഞാൻ വഴികാട്ടാം എന്ന് പറയുന്നു. ഇവിടെ വെളിപ്പെടുന്ന മറ്റൊരു കാര്യം ആ സമയത്ത് ആ വനിതാ ഓഫീസർ SP-യുടെ അസിസ്റ്റന്റ് ആയിരുന്നു എന്നതാണ്. ഇവിടെ സീൻ കട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം സിനിമയുടെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട ആ ഫോറസ്റ്റ് ഓഫീസർ SP-യുടെ വീട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നുണ്ട്. ആ ഫോറസ്റ്റ് ഓഫീസറും ഈ SP-യും ചേർന്ന് കാട്ടിലെ രക്തചന്ദനം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി പണം സമ്പാദിക്കുകയായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഓഫീസർ, ഈ SP എന്നിവർ 3 പേരും ചേർന്ന് മദ്യപിക്കുകയാണ്. ആ വനിതാ ഓഫീസർ നിത്യയെ കൊണ്ടുപോയി ഒരു മുറിയിൽ കാത്തിരിക്കാൻ പറയുന്നു. ഇവരുടെ പദ്ധതി അറിയാതെ നിത്യ മുറിയിൽ തന്റെ പരീക്ഷയ്ക്ക് സഹായം കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുമ്പോൾ അകത്തേക്ക് വന്ന SP അവളെ ബലാത്സംഗം ചെയ്യുന്നു. SP പുറത്തു വന്ന ശേഷം ഞെട്ടിക്കുന്ന തരത്തിൽ അവിടെയുണ്ടായിരുന്ന ഫോറസ്റ്റ് ഓഫീസറും അകത്തേക്ക് പോയി നിത്യയെ ബലാത്സംഗം ചെയ്യുന്നു. പിന്നീട് SP അവിടെയുണ്ടായിരുന്ന ഇൻസ്പെക്ടറോട് നിത്യയെ കൊണ്ടുപോയി കാടിന് നടുവിൽ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ഉടൻ തന്നെ ഇൻസ്പെക്ടർ മറ്റൊരു കോൺസ്റ്റബിളിനെ വിളിച്ച് നിത്യയെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അവളുടെ അച്ഛൻ കണ്ണപ്പൻ അവിടേക്ക് വരുന്നു. തന്റെ മകളുടെ അവസ്ഥ കണ്ട് കണ്ണപ്പൻ ഞെട്ടിപ്പോകുന്നു. എന്റെ മകളെ എന്തു ചെയ്തു, നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും SP തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് കണ്ണപ്പനെ വെടിവെച്ചു കൊല്ലുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിത്യയെ കാടിനുള്ളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പോയപ്പോഴാണ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും അവളെ ബലാത്സംഗം ചെയ്തത്. അങ്ങനെ കാട്ടിൽ അബോധാവസ്ഥയിൽ കിടന്ന നിത്യയെ രാജനും മകളും രക്ഷിക്കുന്നു. പിന്നീട് നിത്യ തന്നെ ബലാത്സംഗം ചെയ്തവരോടും തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരോടും പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ പദ്ധതി പ്രകാരം രാത്രിയിൽ മാസ്കുകൾ ധരിച്ച് ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ ഓരോരുത്തരെയായി കൊന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പ്രസന്റിൽ കെട്ടിയിട്ടിരിക്കുന്ന SP-യുടെയും വനിതാ ഓഫീസറുടെയും ദേഹത്ത് ധാരാളം തേനൊഴിക്കുന്നു. പിന്നീട് തങ്ങൾ കൊണ്ടുവന്ന തേനീച്ചകളുടെ കൂട് തുറന്ന് വാതിലുകൾ പൂട്ടി അവിടെ നിന്ന് പോകുന്നു. ആ തേനീച്ചകൾ SP-യെയും വനിതാ ഓഫീസറെയും ക്രൂരമായി കുത്തി അവർ വേദന കൊണ്ട് പുളഞ്ഞു മരിക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം തന്റെ SP-യും വനിതാ ഓഫീസറും മരിച്ചുപോയി എന്നറിഞ്ഞ ആകാശിന് വലിയ ഞെട്ടലുണ്ടാകുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആകാശിന് ഒരു പാഴ്സൽ വരുന്നു. അതെന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ അമ്പും വില്ലും ഉണ്ടായിരുന്നു. ഇത് ആരാണ് അയച്ചതെന്ന് നോക്കുമ്പോൾ ആകാശിന് മനസ്സിലാകുന്നു ഇത് അയച്ചത് നിത്യ തന്നെയാണെന്ന്. ഉടൻ തന്നെ നിത്യയെ അറസ്റ്റ് ചെയ്യാൻ എല്ലായിടത്തും തിരച്ചിൽ ആരംഭിക്കുന്നു. ഒടുവിൽ നിത്യയുടെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു പ്രായമായ വ്യക്തി ആകാശിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്. സർ, നിങ്ങൾ നിത്യയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അവൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരത എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ആദ്യം മുതൽ നടന്നതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. സർ, ദയവായി നിത്യയെ അറസ്റ്റ് ചെയ്ത് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. SP-യെയും സംഘത്തെയും കൊന്നത് നക്സലുകളാണെന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ആകാശിന് ആ ഫോറസ്റ്റ് ഓഫീസർ, SP, ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ എന്നിവർ ഇത്രയും ദുഷ്ടന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കി വലിയ ഞെട്ടലുണ്ടാകുന്നു. നിത്യയെയും അവളുടെ സംഘത്തെയും അറസ്റ്റ് ചെയ്യാതെ ഈ കൊലപാതകങ്ങൾ ചെയ്തത് നക്സലുകളാണെന്ന് പറഞ്ഞ് അവൻ ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ഈ ചിത്രം അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.